വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പഥേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവത്ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നു, മാസങ്ങളിൽ വച്ച് ഞാൻ മാർഗശീർഷ മാസമാണ് എന്ന് പറയും. മാർഗശീർഷ മാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന തമിഴ്നാട്ടിലൊക്കെ വളരെ പ്രസിദ്ധമായ മാർഗഴി മാസം. ഈ മാസം, ചില മാസങ്ങൾ കൃഷ്ണ ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട മാസങ്ങളാണ്. കാർത്തിക മാസം, പിന്നെ ഇതുപോലെ മാർഗശീർഷ മാസം, പിന്നെ പുരുഷോത്തമ അധിക മാസം, ഇങ്ങനെയൊക്കെ ചില മാസങ്ങൾ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാൻ വളരെ ഉചിതമായതും ഇതൊക്കെയാണ്. അപ്പം ഈ മാർഗശീർഷ മാസത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഏതൊരു വ്യക്തി സൂര്യോദയത്തിന് മുമ്പേ എഴുന്നേറ്റ് ഭഗവാന്റെ നാമജപം ചെയ്യുന്നോ അവർക്ക് ഈ മാസം പ്രത്യേക അനുഗ്രഹമുണ്ടാകും എന്നാണ്. മഹാഭാരതത്തിലെ ഒരു ചോദ്യം, ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ കൂടെ യുദ്ധത്തിൽ നിന്നുവെങ്കിലും തൻ്റെ നാരായണ സൈന്യം ദുര്യോധനന് കൊടുത്തു. ആ ഒരു അധ്യായം എല്ലാവർക്കും അറിയാം. അതായത് ഒരു ദിവസം ശകുനി ദുര്യോധനന്റെ അടുത്ത് പറഞ്ഞു, ദുര്യോധന, ഈ ഭൂമിയിലുള്ള സമസ്ത രാജാക്കന്മാരും ആരുടെ കൂടെയാണ് എന്നവർ അറിയിച്ചു കഴിഞ്ഞു. കൃഷ്ണ ഭഗവാൻ മാത്രം ആരുടെ വശം നിൽക്കും, പാണ്ഡവരുടെ കൂടെയോ കൗരവരുടെ കൂടെയോ ഇന്നുവരെ അറിയിച്ചില്ല. ഞാൻ വിചാരിച്ചു പാണ്ഡവരുടെ കൂടെയായിരിക്കും നിൽക്കുന്നത്. പക്ഷെ എന്താ കൊണ്ട് അറിയിക്കാത്തത്? എല്ലാ രാജാക്കന്മാരും അറിയിച്ചു കഴിഞ്ഞു, കൃഷ്ണ ഭഗവാനും കൂടെ അറിയിക്കണം എന്ന് ശകുനി ദുര്യോധനന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, എന്നാ ഞാൻ ചെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു ദിവസം പുലർച്ചയ്ക്ക് അങ്ങ് ദ്വാരക നോക്കി അങ്ങ് വിട്ടു. അതേ ദിവസം തന്നെ അർജുനനും ദ്വാരകയിലെത്തി. ഇവർ രണ്ടുപേരും പുലർച്ചയ്ക്കെത്തി. രണ്ടുപേർക്കും ഒരേ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ, കൃഷ്ണ ഭഗവാൻ നമ്മളോടൊപ്പം നിൽക്കുമോ അല്ല ശത്രുവിൻ്റെ കൂടെ നിൽക്കുമോ? ഇതായിരുന്നു ചോദ്യം. പക്ഷേ ഉറക്കമേ ഇല്ലാത്ത ഭഗവാൻ അന്ന് അധികം ഉറങ്ങി. മനുഷ്യർക്കാണ് വിശപ്പ്, ദാഹം എല്ലാം മനുഷ്യർക്കാവുള്ളത്. ഭഗവാന് വിശപ്പ്, ദാഹം, ക്ഷീണം, അസുഖം ഒന്നുമില്ല, ഉറക്കോ ഇല്ല. പക്ഷേ അന്ന് അർജുനനും ദുര്യോധനനും എത്തി എന്നറിഞ്ഞപ്പോൾ സമയം അതിക്രമിച്ച് ഭഗവാനൊന്ന് ഉറങ്ങി. ഭാഗവതം ദശമസ്കന്ധത്തിൽ പറയുന്നു, സൂര്യോദയത്തിന് മുമ്പേ 2 മണിക്കൂർ മുമ്പേ കൃഷ്ണ ഭഗവാൻ എഴുന്നേൽക്കും എന്നാണ്. എന്നും സൂര്യോദയത്തിന് 2 മണിക്കൂർ മുമ്പേ എണീക്കും. അപ്പോൾ കേരളത്തിലൊക്കെ എനിക്ക് തോന്നുന്നു 6 മണിയൊക്കെ ആകുമ്പോൾ സൂര്യോദയം. അപ്പോൾ 4 മണിക്കേ കൃഷ്ണ ഭഗവാൻ എണീക്കും. ഈ ത്രിലോകങ്ങളിലും ഭഗവാന് ചെയ്യേണ്ടതായിട്ട് യാതൊരു ദൗത്യവുമില്ല. എന്നാലും കൃഷ്ണ ഭഗവാൻ ചെയ്താലേ ജനങ്ങൾ അത് ആചരിക്കുള്ളൂ.
യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തത് ഏവേതരോ ജനാഹ. ആചാര്യന്മാർ ചെയ്യുന്നത് സാമാന്യ ജനം പിന്തുടരും. അപ്പം അതേപോലെ ഭഗവാൻ ഏതെങ്കിലും ചെയ്താലേ സാധാരണക്കാർ ചെയ്യുള്ളൂ. അങ്ങനെ ഭഗവാനും പുലർച്ചയ്ക്ക് എണീക്കും. പക്ഷെ അന്നേ ദിവസം ഭഗവാൻ എഴുന്നേറ്റില്ല, താമസിപ്പിച്ചു. കുറേ വൈകി കണ്ണു തുറന്നപ്പോൾ അർജുനൻ വന്ന് പാദത്തിൻ്റെ അടുത്തിരുന്നു. ദുര്യോധനൻ തലയുടെ അടുത്ത് ചെന്നിരുന്നു. കണ്ണു തുറന്ന ആദ്യം കണ്ടത് അർജുനനെയാ. അർജുന, നീ എപ്പോൾ എത്തി? മറുപടി വന്നത് തലയുടെ പുറകെയായിരുന്നു. ഞാനാണ് ആദ്യം എത്തിയത്. ഓ ദുര്യോധന, നീയും വന്നോ എന്നാണ് രണ്ടുപേരും ഒരുമിച്ച് വന്നതിൻ്റെ ഉദ്ദേശം. ദുര്യോധനൻ പറഞ്ഞു, ഭഗവാനെ, ഈ ഭൂമിയിലുള്ള സർവത്ര രാജാക്കന്മാരും ആര് പാണ്ഡവരോടും ആര് കൗരവരോടും എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു. അങ്ങ് മാത്രം ഇന്ന് വരെ ആരുടെ കൂടെയാണെന്ന് പറഞ്ഞില്ല. അപ്പൊ ഭഗവാൻ മറുപടി പറഞ്ഞു, എനിക്ക് ആരുടെ കൂടെയും പക്കം ചേരണ്ട. എന്നാലും നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുകയാണ്. എനിക്ക് ന്യായമായിട്ടൊരു കാര്യം ചെയ്യണം. രണ്ടുപേരും ഒരുമിച്ച് വന്നുവെങ്കിലും ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണ്. അതുകൊണ്ട് ഞാൻ അർജുനൻ്റെ അടുത്ത് ചോദിക്കാം. ഞാനും ഉണ്ടാകും, എതിർവശം എൻ്റെ സൈന്യവും ഉണ്ടാകും. ഞാൻ ആയുധമൊന്നും എടുക്കില്ല, വെറുതെ ഒരു തേരാളിയായിട്ട് ഞാൻ നിൽക്കും. പക്ഷേ എൻ്റെ സൈന്യം നാരായണ സൈന്യം, ഇന്നേ ദിവസം വരെ ഒരു യുദ്ധത്തിലും തോൽക്കാത്ത സൈന്യം എതിർവശം നിൽക്കും. അപ്പം ഞാൻ ആദ്യം അർജുനൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പം ദുര്യോധനൻ പറഞ്ഞു, അത് ശരിയല്ല, ഞാനാണ് ആദ്യം വന്നത്, എനിക്ക് ഊഴം വേണം. ശരി, എന്നാ നീ തന്നെ തീരുമാനിക്കുക. ഒരു വശം ഞാൻ നിൽക്കും, യുദ്ധം ചെയ്യില്ല. ഇനിയൊരു വശം, ഇന്ന് വരെ ഭൂമിയിൽ പരാജയം എന്താണെന്ന് അറിയാത്ത എൻ്റെ ഒരു സൈന്യം മറ്റൊരു വശം നിൽക്കും. ദുര്യോധനൻ ചോദിച്ചു, ഭഗവാൻ യുദ്ധം ചെയ്യില്ലേ? ഭഗവാൻ പറഞ്ഞു, ഇല്ല. ആയുധം എടുക്കില്ല. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ പിന്നെ എനിക്ക് നാരായണ സൈന്യം മതി. ഈ രഹസ്യം ദുര്യോധനൻ അറിഞ്ഞില്ല. ഭഗവാന് യുദ്ധം ജയിക്കാൻ ആയുധത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. 10ാമത്തെ വയസ്സിൽ കംസനെ കൊന്നതുവരയ്ക്കും കൃഷ്ണ ഭഗവാൻ ഒരു ആയുധവും എടുത്തിട്ടില്ല. പൂതനയെ കൊന്നു. തൃണാവൃതൻ, ശകടാസുരൻ. പൂതന ഒരു രാക്ഷസിയായി വന്നു, ആയുധമില്ലാതെയാ കൃഷ്ണ ഭഗവാൻ കൊന്നത്. തൃണാവൃതൻ ഒരു കൊടുങ്കാറ്റായി വന്നു, കൃഷ്ണ ഭഗവാൻ ആയുധമില്ലാതെയാ കൊന്നത്. ശകടാസുരൻ ഒരു രഥം, ഒരു കാളവണ്ടിയുടെ രൂപത്തിൽ വന്നു, ആയുധമില്ലാതെ കൊന്നു. പ്രളംബാസുരൻ, ബകാസുരൻ, കംസനെ വരെ, കംസനെയും കംസന്റെ 4 മല്ലന്മാരെയും കുവലയപീഠം എന്ന ആനയും. അതിന് ശേഷമാണ് കൃഷ്ണ ഭഗവാൻ തൻ്റെ സുദർശന ചക്രവും അമ്പും വില്ലുമായ ഇതെന്താ പറയുക, ശാരംഗവും എടുക്കുന്നത്. അപ്പം ഭഗവാന് ഒന്നിൻ്റെയും ആവശ്യമില്ല. നമുക്ക് കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും നാക്കുകൊണ്ട് രുചിക്കാനും മൂക്കുകൊണ്ട് മണപ്പിക്കാനും മാത്രമേ സാധിക്കുള്ളൂ. മൂക്കുകൊണ്ട് കഴിക്കാനോ കണ്ണുകൊണ്ട് കേൾക്കാനോ കാതുകൊണ്ട് കാണാനോ നമുക്ക് പറ്റില്ല. പക്ഷേ ഉപനിഷത്തിൽ പറയുന്നു ഭഗവാന്റെ ഒരു അവയവം മറ്റ് അവയവങ്ങളുടെ ജോലി ചെയ്യും. അമ്പലത്തിൽ നമ്മൾ നൈവേദ്യം സമർപ്പിക്കുമ്പോൾ ഭഗവാൻ കണ്ണുകൊണ്ടാണത് സ്വീകരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇതൊന്നും ദുര്യോധനന് മനസ്സിലായില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമദിവ്യോത്തമ സ്ഥാനം ദുര്യോധനന് മനസ്സിലായില്ല. ഭഗവാനെ സാധാരണ ഒരു മനുഷ്യനെ കാണുന്നത് പോലെ കാണുന്നതും ഒരു അപരാധമാണ്. ഞാനൊരു പണ്ടൊരു വീട്ടിൽ പോയപ്പോൾ അവര് ഭക്തരാ. അവരെന്ത് ചെയ്തിരിക്കുന്നു, ഭഗവാന് ചായ നിവേദിച്ചിരിക്കുന്നു. ഞാൻ ചായ കുടിക്കും, അതുകൊണ്ട് ഭഗവാനും കൂടെ ചായ ഇരിക്കട്ടെ എന്ന് നിവേദിച്ചു. കൃഷ്ണൻ എന്ത് കഴിക്കും എന്ത് കഴിക്കില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഒരാൾ ഭക്തൻ എന്ന് അവകാശം ഉന്നയിച്ചാൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഭഗവാൻ പറയുന്ന വചനങ്ങൾ ചെവി കൊണ്ട് കേൾക്കുകയും ജീവിതത്തിൽ ആചരിക്കുകയും ചെയ്യാം.
ഭഗവാന്റെ വാക്കുകൾ ആചരിക്കാൻ തയ്യാറല്ലെങ്കിൽ അവൻ ഭക്തനേ അല്ല. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു സൈന്യം മതി. അർജുനന് ഉള്ളുകൊണ്ട് വലിയ സന്തോഷമായി. അർജുനൻ ഭയന്നിരിക്കുക. അഥവാ ദുര്യോധനൻ കൃഷ്ണൻ മതി എന്ന് പറഞ്ഞാൽ ഞാൻ കുടുങ്ങിയില്ലേ. പക്ഷെ ദുര്യോധനൻ പറഞ്ഞു സൈന്യം മതി, തിരിച്ചു ചെന്നു. അപ്പൊ ഇവിടെ ആചാര്യന്മാർ ചോദിക്കുന്നു, എന്നാലും ഭഗവാൻ ദുര്യോധനൻ ആ സൈന്യം തരേണ്ട കാര്യം എന്താ? കാരണം അത് വളരെ ശക്തമായ ഒരു സൈന്യം, നാരായണ സേന. ഒന്നുകൊണ്ടും എന്താ പറയാ, ആരാലും തോൽപ്പിക്കാൻ സാധിക്കും. അതിപ്പോ ഒരു സാധാരണ അനുഗ്രഹമല്ല ദുര്യോധനന് ലഭിച്ചത്, ഭഗവാന്റെ നാരായണ സൈന്യമാണ് ലഭിച്ചത്. അപ്പൊ ആചാര്യന്മാരവിടെ ചോദ്യം ചോദിക്കുന്നു, എന്തിനാ ഇത്രയും മഹനീയമായ ഒരു നാരായണ സൈന്യത്തിനെ ദുര്യോധനന് കൊടുത്തത്? അപ്പൊ അവിടെ ഉത്തരം, രാവിലെ സൂര്യൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പുലർച്ചയ്ക്ക് എണീറ്റ് ഈ മാർഗശീർഷ മാസത്തിൽ ദുര്യോധനൻ കൃഷ്ണ ഭഗവാനെ കാണാൻ വന്നു. അപ്പൊ ഭഗവാൻ ആരെല്ലാം സൂര്യോദയത്തിന് മുമ്പേ മംഗളാരതി നിർമാല്യം മാർഗശീർഷ മാസത്തിൽ വരുന്നു, ആരെയും വെറും കൈയോട് വിടയില്ല. അപ്പൊ ദുര്യോധനനെ പോലെ ഒരാൾ വന്നപ്പോൾ പോലും ഭഗവാൻ വെറും കൈയോട് വിട്ടില്ല, തന്റെ സൈന്യത്തിനെ കൊടുത്തു വിട്ടു. ഇപ്പോ ദുര്യോധനന് തന്നെ ഇങ്ങനെ ഒരു പ്രയാസമാണ്, അത് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടുമെങ്കിൽ ഭക്തന്മാരായ നമ്മൾ ഈ മാർഗശീർഷ മാസത്തിൽ വെളുപ്പിന് എഴുന്നേറ്റ് ഭഗവാന്റെ നാമജപം ജപിച്ചു കഴിഞ്ഞാൽ എന്തനുഗ്രഹമായിരിക്കും ലഭിക്കുക. അപ്പൊ ഈ മാർഗശീർഷ മാസം അതിന് വലിയൊരു പ്രത്യേകതയാണ്. മലയാളത്തിൽ ഏത് മാസമാണ് എനിക്ക് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. മാർഗശീർഷ മാസത്തിന് അങ്ങനെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തമിഴ്നാട്ടിലൊക്കെ ഈ ശ്രീവൈഷ്ണവരെന്ത് ചെയ്യും വെച്ചാൽ ഈ ദിവസം പുലർച്ചയ്ക്ക് എണീറ്റ് നാമസങ്കീർത്തനം ചെയ്ത് ആണ്ടാൾ എന്ന് പറയുന്ന മഹാഭക്ത രചിച്ച തിരുപ്പാവൈ എന്ന ശ്ലോകങ്ങൾ ചൊല്ലും, ഭഗവാനെ പ്രാർത്ഥിക്കും, പൂജിക്കും എല്ലാം. ഈ മാർഗശീർഷ മാസം കൃഷ്ണ ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു, മാസങ്ങളിൽ ഞാൻ മാർഗശീർഷ മാസമാണ്. അങ്ങനെ ഈ മാസമാണ് ദുര്യോധനൻ ചെന്ന് കൃഷ്ണ ഭഗവാനെ കാണുന്നതും ഈ ഒരു നാരായണ സൈന്യം ആ അനുഗ്രഹമായി ദുര്യോധനൻ നിന്ന് ലഭിക്കുന്നതും. പിന്നെ എല്ലാവർക്കും അറിയാം ഈ മാസം തന്നെയാണ് ഗീതയും, ഗീതാ ജയന്തി. ഗീത എപ്പോഴാണ് ഉത്ഭവിക്കുന്നത്? ആദ്യത്തെ ദിവസം. അപ്പൊ ആദ്യം ചെന്നു ദുര്യോധനൻ ഭഗവാനെ കണ്ടു. ഭഗവാൻ പറഞ്ഞു, ഞാൻ എൻ്റെ നാരായണ സൈന്യം നിനക്ക് തരാം. തിരിച്ചു വന്നു, യുദ്ധത്തിന് തയ്യാറായി. അങ്ങനെ ആദ്യത്തെ ദിവസം യുദ്ധം. ഒരു വശത്ത് മുഴുവനും പാണ്ഡവരുടെ സൈന്യം, മറ്റൊരു വശത്ത് സമുദ്രം പോലെയാ ഇവരുടെ കൗരവന്മാരുടെ സൈന്യം. പാണ്ഡവരെക്കാളും വലുതായിരുന്നു കൗരവരുടെ സൈന്യം. ഒരു നിമിഷം അർജുനൻ ഭയന്നു. അർജുനൻ ചോദിച്ചു, കൃഷ്ണ, ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? മുന്നിൽ നിൽക്കുന്നത് എൻ്റെ മാമന്മാരും സഹോദരന്മാരും ബന്ധുക്കളും ഗുരുജനങ്ങളും. ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? എൻ്റെ കയ്യിലിരുന്ന് അമ്പ് തളർന്നു വീഴുന്നു, ആവനാഴി നിലത്ത് വീഴുന്നു, എന്നെ കൊണ്ട് നിൽക്കാൻ സാധിക്കുന്നില്ല, കണ്ണുകൾ ഇരുണ്ടു പോകുന്നു എന്നെല്ലാം അർജുനൻ പറഞ്ഞ് തളർന്നു നിന്നപ്പോൾ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചു. അതും ഈ മാസമാണ്. ഗീത ഉത്ഭവിച്ച മാസം 5100 ചില്ലറ വർഷങ്ങളായി കഴിഞ്ഞു. അപ്പോൾ ദുര്യോധനനെ പോലെ തെറ്റായ വിചാരമുള്ള ഒരാൾക്ക് തന്നെ ഭഗവാൻ അനുഗ്രഹിക്കുമെങ്കിൽ ഭക്തന്മാർക്ക് എന്തുമാത്രം അനുഗ്രഹം ഭഗവാൻ ചൊരിയും. അപ്പൊ ഈ മാർഗശീർഷ മാസം ഏകദേശം പകുതിയോളം കഴിഞ്ഞു. ഇനിയും പകുതി മാസം ഉണ്ട്. ഈ മാസം സൂര്യോദയത്തിന് മുമ്പ് ദിവസവും എഴുന്നേറ്റ്, വൃശ്ചിക മാസം, ചിലർ പറയുന്നു വൃശ്ചികം, ചിലർ ധനു, ഓക്കെ, ഈ മാസം രാവിലെ എണീറ്റ് നാമജപവും ചെയ്ത്
ഗീത വായിക്കുകയും ഗീത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അർജുനൻ ജീവിതത്തിൻ്റെ പിരിമുറുക്കത്തിൽ തളർന്നു കിടന്നപ്പോൾ ഭഗവാന്റെ ഗീത ഉപദേശമാണ് അർജുനനെ രക്ഷിച്ചത്. നമുക്കും ജീവിതത്തിൽ പല സമയം പല ചോദ്യങ്ങൾ വരും. അതും ഒരു ഗുരുമുഖേന പ്രഭുപാദരുടെ വ്യാഖ്യാന സഹിതമുള്ള ഭഗവത്ഗീത വായിക്കുകയും ആർക്കെങ്കിലും ഇത് സമ്മാനമായി കൊടുക്കുകയും ആരുടെയെങ്കിലും വീട്ടിൽ ഗീത എത്തിക്കുകയും ഈ ഒരു ദാനത്തിന് തുല്യമായി വേറെ ഒന്നുമില്ലെന്ന ശാസ്ത്രം പറയുന്നത്. അതുല്യമായ ദാനം ഏത്? ഗീതാദാനം. അപ്പം ഗീത ആര് വായിച്ചാലും അവരുടെ ആധ്യാത്മിക ജീവിതം തുടങ്ങും. ശ്രീകൃഷ്ണ ഭഗവാനാണ് സർവസ്വം എന്ന ആ വ്യക്തിക്ക് മനസ്സിലാകും. ആധ്യാത്മികതയിൽ അവരുടെ വിശ്വാസം ഉയർന്നു തുടങ്ങും. കുരുക്ഷേത്ര യുദ്ധം ഒരു യുദ്ധഭൂമിയിൽ നടന്നു. ഇന്നും നമ്മൾ ഇവിടെ ഹരിയാനയിൽ പോയി കഴിഞ്ഞാൽ കുരുക്ഷേത്ര കാണാൻ പറ്റും. വലിയ ഒരു മൈതാനമാണ്. അവിടെ ബ്രഹ്മസരോവരം എന്ന് പറഞ്ഞ് വലിയൊരു തടാകമുണ്ട്. ഈ കോടാനുകോടി ജനങ്ങൾ യുദ്ധം ചെയ്യണമെങ്കിൽ അത്രയും വലിയ സ്ഥലം വേണം. പണ്ട് ഋഷിമാർ യജ്ഞഹോമാദികൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സ്ഥലം, കുരു എന്ന രാജാവ് ആദ്യത്തെ യാഗം നടത്തിയ സ്ഥലമാണ് കുരുക്ഷേത്രം. അവിടെ ഇന്ന് വരെ ധർമ്മം മാത്രമേ നടന്നിട്ടുള്ളൂ, യുദ്ധമൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഭഗവാൻ ആ ഭൂമിയാണ് ഈ യുദ്ധത്തിന് തിരഞ്ഞെടുത്തത്. എന്തിനാണ്? അതായത് ആലോചിച്ച് നോക്കൂ. ശരി, പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധം എവിടെ നടത്താം? എന്നാൽ നമുക്ക് പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധം ഗുരുവായൂരിൽ കിഴക്കേ നടയിൽ അവിടെ വെച്ച് നടത്താം. ഇങ്ങനെ തീരുമാനിച്ചാൽ ആരെങ്കിലും സമ്മതിക്കോ? അടിയും വഴക്കും കൊലപാതകം ഇതൊക്കെ അമ്പലത്തിലാണോ ചെയ്യേണ്ടത് എന്ന് സംശയം തോന്നും. അതുപോലെ തന്നെയാണ് കുരുക്ഷേത്രം എന്ന് പറയുന്ന മഹാപുണ്യഭൂമി. ആ പുണ്യഭൂമി പണ്ട് യാഗങ്ങൾക്ക് മാത്രം, യജ്ഞഹോമാദികൾക്ക് മാത്രം ഉപയോഗിച്ച ഒരു ഭൂമിയാണ്. അവിടെ ചെന്ന് ചെയ്യാമെന്ന് കൃഷ്ണ ഭഗവാൻ തീരുമാനിക്കുന്നത് ഒരു അത്ഭുതമാണ്. രാജാക്കന്മാർക്ക് അത്ഭുതം തോന്നി. എവിടെ നമുക്കെല്ലാം അടികൂടാം? നമുക്കെല്ലാവർക്കും തൃശ്ശൂരിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുമ്പേ ഉള്ള മൈതാനത്തിൽ അടികൂടാം. ആരെങ്കിലും സമ്മതിക്കോ? അപ്പൊ എല്ലാവർക്കും അത്ഭുതം തോന്നി. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചാണോ ഈ യുദ്ധം കുരുക്ഷേത്ര യജ്ഞഭൂമിയിൽ വെച്ചാണോ ഈ യുദ്ധം നടത്തേണ്ടത്? ഭഗവാൻ പറഞ്ഞു, ഇത് ധർമ്മയുദ്ധമാണ്. ഇതിൽ ആരും മരിക്കില്ല. മരിക്കുന്നവർ അത്ര പേരും വീരസ്വർഗത്തിൽ പോകും. ഒരുത്തൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് അവനൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഒരു വേദന ഉണ്ടാകുന്നത് പോലെ ഈ ഭൂമിയിൽ നന്മ നിലനിൽക്കാൻ, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യുദ്ധമാണ്. അങ്ങനെയാണ് ഈ കുരുക്ഷേത്ര യുദ്ധം ആ ഭൂമിയിൽ തീരുമാനിക്കുന്നത്. അങ്ങനെ അർജുനൻ തളർന്നു. ഭഗവത്ഗീതയും ഉത്ഭവമായി. അവിടെ ഒരു രസകരമായ ഒരു ചെറിയ കഥ. ആ മൈതാനത്തിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് പോയാൽ കാണാം. കുളമുണ്ട്, മരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. യുദ്ധം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് മരമൊക്കെ മുറിച്ച് ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ അവർ ഇതൊന്നും ചെയ്തിട്ടില്ല. അവിടെ എല്ലാം മരങ്ങളുണ്ടായിരുന്നു, കുളമുണ്ടായിരുന്നു. നല്ല ധർമ്മയുദ്ധമാണ്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഉടനെ അയാൾ ശംഖ് വിളിച്ചിട്ട് പോകും. ശംഖ് വിളിച്ചിട്ട് പോയാൽ പിന്നെ അയാളെ കൊല്ലാൻ പാടില്ല. ഞാൻ ഔട്ടേ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പുറത്തു പോകും. ചെന്ന് വെള്ളം കുടിക്കും. ക്ഷീണം ഉണ്ടെങ്കിൽ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് വിശ്രമിക്കും. എല്ലാം വീണ്ടും ശംഖ് വിളിച്ചിട്ട് യുദ്ധത്തിന് വരും. അങ്ങനെയൊക്കെയാണ് അവരുടെ യുദ്ധം നടന്നത്. അതിൽ ഒരു ദിവസം യുദ്ധം രാത്രിയും പകലും ഉണ്ടായിരുന്നു. രാത്രിയും തുടർന്ന് നടത്തി. പക്ഷേ ദിവസം യുദ്ധം നടത്തുന്നതിന് മുമ്പ് അവിടേക്ക് ഒരു ചർച്ചയുണ്ടാകും. ഇത് 6 മണിക്ക് നിർത്തണോ, 7 മണി വരെ നീട്ടാമോ, അല്ല രാത്രി 10 മണി വരെ കൊണ്ടുപോകണോ ഇന്നത്തെ യുദ്ധം? ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനമാക്കിക്കൊണ്ട് ഓരോരുത്തരും ശംഖ് വിളിച്ച് അതെ ഞാൻ അതോട് ആമോദിക്കുന്നു, സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങുന്നത്. ഒരു വിചിത്രമായ യുദ്ധമാണ്.
അപ്പം ആ മൈതാനത്തിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. മരത്തിലൊരു ഒരു പക്ഷിയുടെ കൂടും ഉണ്ടായിരുന്നു. ആ കൂട്ടിൽ കുറേ മുട്ടകൾ, പക്ഷിയുടെ മുട്ടകൾ ഉണ്ടായിരുന്നു. ഈ പക്ഷി ആ കൂടും വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ പോകും. മറ്റു പക്ഷികൾ ചോദിച്ചു, താഴെ കണ്ടില്ലേ, ഭീമനും ദുര്യോധനനും ആവേശം കൊണ്ട് ഗദയും എടുത്തിട്ട് ഇങ്ങനെ പാഞ്ഞു യുദ്ധം ചെയ്യുക. എന്ത് ധൈര്യത്തിലാണ് നീ ഇതെല്ലാം വിട്ടിട്ട് പോകുന്നത്? അപ്പൊ ആ പക്ഷി പറഞ്ഞു, ഈ യുദ്ധഭൂമിയിൽ ഒരു 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 വ്യക്തി, തലയിൽ മയിൽപീലി ചാർത്തിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം എന്ത് തീരുമാനിക്കുമോ അതേ നടക്കത്തുള്ളൂ. മാരേ കൃഷ്ണ റാക്കേ കൊയ്. ഭഗവാൻ കൊല്ലണം എന്ന് വിചാരിച്ചാൽ ആർക്ക് രക്ഷിക്കാൻ പറ്റും? റാക്കേ കൃഷ്ണ മാരേ കൊയ്. ഭഗവാൻ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ ആർക്ക് കൊല്ലാൻ പറ്റും? അങ്ങനെ ആ തത്തയും ആ പക്ഷിയും സന്തോഷത്തോട് പറഞ്ഞു, ആ മയിൽപീലി ചാർത്തിയ ആൾ എൻ്റെ മുട്ടകൾ നശിക്കണം എന്ന് വിചാരിച്ചാൽ അത് നശിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമെന്ന് അദ്ദേഹം വിചാരിച്ചാൽ അതും നടക്കും എന്ന് സന്തോഷത്തോടുകൂടെ ആ പക്ഷി പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചത്? യുദ്ധത്തിൻ്റെ നടുക്ക് ആരോ എയ്ത ഒരു അമ്പ്, ആക്രോശമായി വന്ന ഒരു അമ്പ് ഈ കൂട്ടിനെ തള്ളി നിലത്തിട്ടു. ആനകൾ ഓടുന്നു, കുതിരകൾ ഓടുന്നു, ഒട്ടകങ്ങൾ ഓടുന്നു, മനുഷ്യരോ ഇവരെല്ലാം ഭ്രാന്ത് പിടിച്ച് യുദ്ധം ചെയ്ത് നിലവിളിച്ചുകൊണ്ടിരിക്കുക. താഴെ എന്താ കിടക്കുന്നത്? ഒരു പക്ഷിയുടെ കൂടും അതിൽ കുറേ മുട്ടകളും. ഏതെങ്കിലും ഒരാൾ ചവിട്ടിയാൽ മതി, ആനയോ മനുഷ്യനോ ആര് ചവിട്ടിയാലും അതൊക്കെ പോയി തീർന്നു. അപ്പോൾ അർജുനൻ അമ്പെയ്തു. ഇന്ന് വരെ അർജുനന്റെ അമ്പ് ലക്ഷ്യം തെറ്റിയിട്ടില്ല. അതാണ് ഗാണ്ഡീവത്തിൻ്റെ പ്രത്യേകത. ഗാണ്ഡീവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവനാഴിയിലുള്ള അമ്പുകൾ ഒരിക്കലും ലക്ഷ്യം തെറ്റില്ല. മാത്രമല്ല, ഉദ്ദേശിച്ച കാര്യം ചെയ്തിട്ട് പിന്നെ ചെന്ന് ഗംഗയിൽ മുങ്ങി വീണ്ടും വന്ന് ആവനാഴിയിലിരിക്കും. വേസ്റ്റേ ആവില്ല. പക്ഷേ ആദ്യമായിട്ട് അർജുനൻ അയച്ച ആ ഒരു അമ്പ്, അസ്ത്രം, ഉന്നം തെറ്റി വേറെ ഒരു ദിശയിലേക്ക് പോയി. അർജുനൻ പോലും അത്ഭുതചകിതനായി നോക്കി നിൽക്കുക, അതെങ്ങനെ വേറെ ദിശയിലേക്ക് പോകുന്നത്? ആ അമ്പ് വേറെ ദിശയിൽ ചെന്നിട്ട് ഒരു ആനയുടെ കഴുത്തിലുണ്ടായിരുന്ന വലിയ ഒരു മണി, ആനയുടെ വലിയൊരു മണി ഉണ്ടായിരുന്നു, ആ മണിയെ മുറിച്ചിട്ടങ്ങ് പോയി. ഈ മണി എന്ത് ചെയ്തു? കൃത്യം ആ കൂട്ടിൻ്റെ മേലെ വീണു. 18 ദിവസവും ആ മണി അതിൻ്റെ പുറത്ത് തന്നെ ഉണ്ടായി. അകത്തുള്ള മുട്ടകൾക്ക് ഒന്നും സംഭവിച്ചില്ല. അതായത് ഭഗവാൻ ശരണാഗതി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, ഏതവസ്ഥയിലും ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള ദൃഢവിശ്വാസം. ചിലപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ മാലയൊക്കെ ജപിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ. അയാളാണെങ്കിൽ മത്സ്യമാംസാദിയൊക്കെ കഴിക്കും, എന്നിട്ടും ബിസിനസ്സിൽ വളർച്ചയുണ്ട്, ജോലിയിൽ പ്രമോഷനുണ്ട്, അവർക്കെല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ മനുഷ്യർ ചിന്തിക്കും. ഒരിക്കലും നമ്മൾ ലൗകികവാദികളോടോ മറ്റു വ്യക്തികളോടോ താരതമ്യപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. കാരണം ഭൂമിയിൽ 700 കോടി ജനമുണ്ടെങ്കിൽ 700 കോടി ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ അല്ല ഇനി ഒരാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മുടെ കർമ്മം എന്ന് പറയുന്ന പരീക്ഷ ഈ 700 കോടി ജനത്തിനും വ്യത്യസ്തമായ കർമ്മം എന്ന് പറയുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് അവിടെ പരീക്ഷയിൽ ചെന്നിട്ട് ഇനിയൊരുത്തൻ്റെ പേപ്പർ കോപ്പി അടിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. കാരണം എൻ്റെ ചോദ്യം തികച്ചും വ്യത്യസ്തമാണ്, എൻ്റെ അടുത്തുള്ളിരിക്കുന്നവൻ്റെ ചോദ്യം തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം ഇനിയൊരാളുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തി നിരാശയാകേണ്ട കാര്യമേ ഇല്ല. ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ കർമ്മവും ഇനിയൊരാൾ അനുഭവിക്കുന്നത് അവൻ്റെ കർമ്മവുമാണ്. അപ്പോൾ അങ്ങനെ അതിസുന്ദരമായ ഒരു മാസമാണ് ഈ മാർഗശീർഷ മാസം. ഈ മാസത്തിൻ്റെ 2 പ്രത്യേകത: ഒന്ന്, സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം.
എങ്ങനെ ദുര്യോധനൻ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ചെന്ന് ഭഗവാന്റെ കയ്യിലിരുന്ന് നാരായണ സൈന്യം വാങ്ങിച്ചു, അതുപോലെ ഈ മാസം സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ജപിച്ചു കഴിഞ്ഞാൽ ആ ഭക്തന് ഭഗവാൻ എല്ലാവിധ അനുഗ്രഹവും തരും. രണ്ടാമത്തത് ഗീത വായിക്കുക, അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഗീത വിതരണം ചെയ്യുക, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഗീത എത്തിക്കുക. അത് വീട്ടിൽ വന്നാൽ തന്നെ സർവത്ര ഐശ്വര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സഹായമാണ്. ഇപ്പം ഇവിടെ ഒരാൾ മെസ്സേജ് അയക്കുന്നു, എൻ്റെ ചോദ്യം കടലാസ് വളരെ ബുദ്ധിമുട്ട്, ടഫ് ക്വസ്റ്റ്യനാണ് എനിക്ക് കിട്ടിയത്. എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കണം. കാരണം പണ്ടേ ആൾക്കാർ പറയും, എനിക്ക് വന്ന പോലെ കഷ്ടം ഈ ഭൂമിയിൽ ആർക്കും വരരുതേ എന്ന് പറയും. എന്ന് വെച്ചാൽ എല്ലാവരും ചിന്തിക്കുകയാണ് അവർക്കാണ് കൂടുതൽ കഷ്ടം. അങ്ങനെയല്ല. എല്ലാവരുടെ ജീവിതത്തിൽ സുഖവുമുണ്ട്, എല്ലാവരുടെ ജീവിതത്തിൽ ദുഃഖവുമുണ്ട്. സുഖവും ദുഃഖവും കാലവും മഴക്കാലവും പോലെ മാറി മാറി വരും. അപ്പം ഈ മാസം ഇത് വളരെ ശ്രദ്ധയോടെ എടുക്കുക. രാവിലത്തെ നാമജപം, ഗീതാ വായന. ഇപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഒരുപാട് കാലമായി ഇടയ്ക്കൊന്ന് മുടങ്ങി. എൻ്റെ ആഗ്രഹം നമ്മുടെ സത്സംഗത്തിലുള്ള എല്ലാ ഭക്തരും നല്ലോണം ഗീത പഠിച്ച് അവരും ഗീതയുടെ അധ്യാപകരായി മാറി. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഗീത ഒരു 2-3 തവണ മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും ഗീതയുടെ അധ്യാപകരായി മാറി മറ്റുള്ളവർക്ക് ഈ ജ്ഞാനം പകർന്നു കൊടുക്കാൻ സാധിക്കും. പിന്നെ അടുത്ത മാസം ജനുവരി തിരുവനന്തപുരം ഹരേകൃഷ്ണ ക്ഷേത്രത്തിൽ 17-18 ബ്രഹ്മോത്സവം 9ാം വാർഷികമാണ് നടത്തുന്നത്. സന്യാസിമാരും വളരെ കീർത്തനം പാടുന്ന വിദഗ്ധരും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും ഒത്തുകൂടുന്ന 2 ദിവസം. അന്ന് ഭഗവാന് അഭിഷേകം, യജ്ഞഹോമാദികൾ, പ്രഭാഷണങ്ങൾ, സത്സംഗം, പിന്നെ ഭഗവാന് രാത്രി പുഷ്പാഭിഷേകം, പിന്നെ ഭക്തരുടെ കലാപരിപാടികൾ, ഇതൊക്കെ ഉണ്ടാകും. തിരുവനന്തപുരത്ത് വരാൻ സാധിക്കുന്നവർക്ക് വരിക. തിരുവനന്തപുരം പരിസരത്തുള്ളവർ തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കുക. അടുത്ത ആഴ്ച വീണ്ടും സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.